കഴിഞ്ഞ തവണ വന്നപ്പോൾ ഡാൻഡ്രഫും ആക്നി ആയിട്ടാണ് ഞാൻ വന്നത്. ഡോക്ടർ പറഞ്ഞതനുസരിച്ചുള്ള പ്രോട്ടോകോൾസ് എല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? എവിടെയാണ് താമസിക്കുന്നത്? ഹോസ്റ്റലിലാണ്. അത് തന്നെയാണ് അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ്. നന്ദന, നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്സ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ളവർ മിക്കവരും തന്നെ പെൺകുട്ടികൾ വരുന്നത് വജൈനൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ടാണ്. ഈ ഇൻഫെക്ഷൻ വരുന്നത് നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ചൂടുവെള്ളം അവിടെ അവൈലബിൾ ആണെങ്കിൽ ടോയ്ലറ്റ് ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സാനിറ്റൈസർ ഉണ്ടാവുക, അതായത് ടോയ്ലറ്റ് സാനിറ്റൈസർ കിട്ടുമല്ലോ, അതൊന്ന് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ബോളിൽ ഇരിക്കാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കിടക്ക പങ്കിടുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു കൂട്ടുകാരി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ആ തലയണയിൽ തന്നെ തലചാരി ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ശരിക്കും പറഞ്ഞാൽ പകരുന്നത് സോഫ കൗച്ചിൽ നിന്നും തലയണയിൽ നിന്നും ഒക്കെയാണ്. അപ്പം നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. അപ്പം ഒരാളുടെ തലമുടിയിൽ നിന്ന് മറ്റൊരാളുടെ ഇതിനകത്ത് കൂടുതൽ ഡാൻഡ്രഫ് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ നന്ദന, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചതുകൊണ്ട് ഒരു തവണ കൂടി, ഇപ്പോൾ ഒരു 4-5 മാസമായല്ലോ, ഒരു തവണ കൂടി ഡീവേമിങ് ചെയ്യാം. പിന്നെ ആകെ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, നിങ്ങൾക്ക് എന്തായാലും ഹോസ്റ്റലിൽ നല്ലൊരു ഫുഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ മാക്സിമം പുറത്ത് പോയിട്ടാണെങ്കിലും മുട്ട പുഴുങ്ങിയത്, അതുപോലെ തന്നെ ഡബിൾ ഓംലെറ്റ് ഒക്കെ മേടിച്ച് നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും കൂടി കഴിക്കുക. പിന്നെ വൈറ്റമിൻ ഡി ലെവൽസിനെ നിങ്ങൾ നന്നായിട്ട്, ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ പേരയ്ക്ക, ഇങ്ങനെയുള്ള നല്ല ഫ്രൂട്ട്സുകൾ, ഓറഞ്ച്, അതുപോലെ പേരയ്ക്ക, ഇതൊക്കെ നല്ല വൈറ്റമിൻ സി റിച്ച്. ഒരു നെല്ലിക്ക മേടിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് വായിലിട്ട് കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരു നെല്ലിക്ക ദിവസം കഴിക്കും. ഇങ്ങനത്തെ വൈറ്റമിൻ സി റിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആക്നെയുടെ കാര്യത്തിലും ഒരു ശമനം കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ഇവിടെ കയറി, പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കും.